ഫ്രണ്ട്സ്, അപ്പോൾ കുറേ നാൾ കൂടി ഇതാ കെവിൻ എൻ്റെ കൂടെ ഉണ്ട്. ഞങ്ങളൊരു ഷോപ്പിങ്ങിനൊക്കെ പോവുക, ഗ്രോസറി ഷോപ്പിംഗ്. പിന്നെ ഇപ്പോൾ ഒരു ഇന്ത്യൻ സ്റ്റോറിലോട്ട് പോവുക, കുറച്ച് സാധനമൊക്കെ മേടിക്കണം. അപ്പം നമുക്കൊരു ഡേ ഇൻ മൈ ലൈഫ് പോലെ ഒരു വീഡിയോ എടുത്താലോ? ഇന്ന് ഓഫാണ് എന്തായാലും. സോ എന്താ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല, അപ്പം ചുമ്മാ ഒരു വീഡിയോ എടുക്കാൻ ഓർത്തല്ലേ. ഇതാ കെവിൻ ഫ്രണ്ട്സ്. അപ്പോൾ ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്നൊക്കെ ഓർത്തു, പക്ഷേ പല പ്രോഗ്രാംസ് വന്നു പോയി, അപ്പോൾ മര്യാദയ്ക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. ഇന്നത്തെ എൻ്റെ ചെറിയ വീഡിയോസൊക്കെ ഞാൻ എടുത്തു. പിന്നെ ഒരു ദിവസം അടിപൊളിയായിട്ട് വീഡിയോ എടുക്കാമെന്നൊക്കെ ഓർത്തു. അപ്പം നമ്മൾ അങ്ങനെ ഒരു ഇന്ത്യൻ സ്റ്റോറിൽ പോയി കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചു. കപ്പ മേടിച്ചു. പിന്നെ ഇവിടെ മൂർ മാർക്കറ്റിൽ പോയിട്ട് ബീഫ് മേടിച്ചു, ബീഫ് റിബ്സ് കിട്ടും. അപ്പോൾ കപ്പ ബിരിയാണി വെക്കാൻ നിൽക്കർത്തു. അപ്പോൾ എൻ്റെ ഫ്രണ്ട് വന്നു, ശരണ്യ. സോ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് പീക്ക് വരെ പോകാമെന്ന് ഓർത്തു. ഞാൻ മാത്രമേ പോയുള്ളൂ, ഞങ്ങൾ ഫ്രണ്ട്സ് മാത്രമേ പോയുള്ളൂ. പീക്ക് ചുമ്മാ ഒരു ഡ്രൈവ് പോകാൻ ഓർത്തു. പിന്നെ അവിടെ ചെന്നപ്പോഴത്തേക്കും അവിടെ ഇറങ്ങുകയൊക്കെ ചെയ്തു. നല്ലൊരു ക്ലൈമറ്റൊക്കെ ആയിരുന്നു. മഴ പെയ്യുമോ ഇല്ലയോ എന്നൊരു ഡൗട്ട് ഉണ്ടായിരുന്നു, ബട്ട് സ്റ്റിൽ കുഴപ്പമില്ലായിരുന്നു. നല്ലൊരു ഡ്രൈവൊക്കെ പോയി. ഞാൻ മുമ്പേ പോയപ്പോഴത്തേക്കും കുറച്ചും കൂടെ ഗ്രീൻ ആയിരുന്നു. ഇപ്പോൾ സമ്മർ ആയപ്പോഴത്തേക്കിനും അത് കുറച്ചൊരു മാറ്റം വന്നിട്ടുണ്ട്. സമ്മറിൽ തന്നെ ഞാൻ കഴിഞ്ഞ തവണ പോയത് കുറച്ചും കൂടെ ഡാർക്ക് ഗ്രീൻ ആയിരുന്നു. അപ്പം ആ വ്യൂ ഒക്കെ നമ്മുടെ ആ സൈഡിലുള്ള പുല്ലും കാര്യങ്ങളും ഒക്കെ. പക്ഷേ ഇപ്പം എന്ന് പറഞ്ഞാൽ കുറച്ച് ഒരു ലൈറ്റ് ഗ്രീൻ ആണ്. പക്ഷേ എന്താ പറയുക, മൈൻഡ് നല്ല പീസ്ഫുൾ ആവുന്ന ഒരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു. അപ്പം നമ്മളവിടെ പാർക്ക് ചെയ്തു, വണ്ടി പാർക്ക് ചെയ്ത് അവിടെ കുറച്ച് നേരം കറങ്ങി കേട്ടോ. സത്യത്തിൽ നമ്മളൊരു 3-4 മണിക്കൂർ ട്രാവൽ ചെയ്യാനും അവിടെ സ്പെൻഡ് ചെയ്യുകയൊക്കെ ചെയ്തു. പക്ഷേ പെട്ടെന്ന് ഒരു ഹാഫ് ആൻ അവർ ഒരു 1 അവർ എടുത്ത പോലെ ഒരു ഫീലായിപ്പോയി. കാരണം പെട്ടെന്ന് സമയം പോയി. നല്ല വർത്തമാനമൊക്കെ പറഞ്ഞ് അടിച്ച് പൊളിച്ച് പോയിട്ട് വന്നു. ഇടയ്ക്ക് മാത്രമേ ഇങ്ങനെ എല്ലാവർക്കും ഓഫ് കിട്ടുമ്പോൾ ഇങ്ങനെ ഒന്ന് കൂടാനൊക്കെ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ പലരും നൈറ്റ് ആയിരിക്കും, അല്ലെങ്കിൽ ഡേ ആയിരിക്കും. പിന്നെ ഒരാൾ കിടന്ന് ഉറങ്ങുമ്പോൾ ആയിരിക്കും മറ്റേ ആൾ ഉറക്കുന്നത്. അങ്ങനെയൊക്കെ പല പ്രശ്നങ്ങളായിരിക്കുമല്ലോ. അപ്പോൾ ഫ്രണ്ട്സ് തമ്മിൽ കാണാനും കൂടാനും ഒക്കെ നമ്മൾ ഫുൾ ടൈം ജോലിക്ക് കയറി കഴിയുമ്പോൾ ഭയങ്കര പാടായിരിക്കും. അപ്പോൾ വല്ലപ്പോഴാണ് ഇങ്ങനെ എല്ലാവരും ഫ്രീ ആയിട്ടൊക്കെ ഒരു ടൈം കിട്ടുന്നത്. അല്ലെങ്കിൽ എല്ലാവരോടും ഒന്നിച്ച് വല്ല ആനുവൽ ലീവോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ബുക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് ഒന്നിച്ച് എവിടെയെങ്കിലുമൊക്കെ പോകാൻ പറ്റത്തുള്ളൂ. ഈ പീക്ക് ഡിസ്ട്രിക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഷെഫീൽഡിൽ നിന്ന് പോയവർക്കറിയാം, തിരക്കൊന്നും ഇല്ലെങ്കിൽ ഒരു 40 മിനിറ്റ്സ് അല്ലെങ്കിൽ 35 മിനിറ്റ്സിലൊക്കെ പോയിട്ട് വരാം, അത്രേ ഉള്ളൂ ദൂരം. പിന്നെ നമുക്ക് അവിടെ പാർക്ക് ചെയ്യാനും സൗകര്യമുണ്ട്, എത്ര സമയം വേണമെങ്കിലും അവിടെ സ്പെൻഡ് ചെയ്യാം. അങ്ങനെ ഇവിടെ ഉള്ളവർക്ക് എന്തായാലും ചെസ്റ്റർഫീൽഡിലുള്ളവർക്കാണെങ്കിലും ഭയങ്കര ഈസി ആയിട്ടും പോയിട്ട് വരാനൊക്കെ. എന്തുകൊണ്ടും ഒരു അടിപൊളി യാത്രയാണ്. നിങ്ങൾ ബോറടിച്ചൊക്കെ ഇരിക്കുമ്പോഴത്തേക്കിനും വേണം പോകാം. പിന്നെ ബസ്സും ഉണ്ട് കേട്ടോ, ഓപ്പൺ ബസ്സുണ്ട്. നമ്മൾ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ ഫുള്ള് നമുക്ക് അവിടെ കറങ്ങാനൊക്കെ പറ്റും. പിന്നെ ബസ്സിൻ്റെ ഒരു പ്രശ്നം അറിയാമല്ലോ, ചിലപ്പോൾ മഴയൊക്കെ ആണെങ്കിൽ നമ്മുടെ പ്ലാനിങ് ഫുള്ള് തെറ്റുമായിരിക്കും. നമ്മൾ ഓപ്പൺ ബസ്സിൽ മുകളിലിരിക്കാനുള്ള ബുദ്ധിമുട്ടൊക്കെ ആയിരിക്കും. അല്ലെങ്കിൽ ഓക്കെ, നമുക്കൊന്ന് അടിച്ച് പൊളിച്ച് പോയിട്ട് വരാൻ പറ്റും. നമ്മുടെ ഇൻ്റർചേഞ്ചിൽ നിന്നുമൊക്കെ ബസ്സുണ്ട്, ബസ് അവൈലബിൾ ആണ്. നമ്മളവിടെ പോയപ്പോഴും ഓപ്പൺ ബസ് പോകുന്നത് കണ്ടു. ഗുയിസ്, ഞങ്ങൾ മടുത്തു ഗുയിസ്, തളർന്നു. അയ്യോ, മഴക്കാറുണ്ട്, സോ നമ്മൾ ഒത്തിരി ടോപ്പിലോട്ട് കയറിയില്ല, എന്നാലും നമ്മൾ അത്യാവശ്യം കയറി കേട്ടോ. മുന്നേ പോയതിലും വഴിയൊക്കെ കുറച്ചും കൂടെ, അപ്പോൾ കയറുന്നതിലും പാടാണ് ഇറങ്ങാൻ. ഒന്ന് സൂക്ഷിക്കണം, ഈ ഗ്രിപ്പില്ലാത്ത നമ്മൾ സ്ലിപ്പേഴ്സൊക്കെ ഇട്ടുകൊണ്ടാണ് പോയത്. ചിലർ കാലിൽ സ്ലിപ്പേഴ്സായിരുന്നു. എന്നാലും അടിച്ച് പൊളിച്ച് പോയിട്ട് ഇറങ്ങി നമ്മൾ. ഇതാ പാർക്കിങ്ങിൻ്റെ മുന്നത്തെ വീഡിയോയിൽ ഞാനിതൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ പോയിട്ട് വന്നു. പിന്നെ നമ്മൾ ഇടയ്ക്ക് KFCയിലൊക്കെ കയറിയായിരുന്നു. അപ്പോൾ എനിക്ക് ഈ വീഡിയോയിൽ ഫുള്ള് കംപ്ലീറ്റ് ആയിട്ട് ഡേ ഇൻ മൈ ലൈഫ് എന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല, എന്നാലും പറ്റുന്ന പോലെ ഞാൻ എടുത്തുള്ളൂ. പിന്നെ നമ്മുടെ ഫോണിൻ്റെ ചാർജിൻ്റെ പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു. ഇതെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ 9 മണി 8:30-9 മണി എന്തോ ആണ് കേട്ടോ. നല്ല സൂര്യൻ കത്തി ജ്വലിച്ച് നിൽക്കുവാണ്, നല്ല ആവിയും ചൂടും ഒക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ എന്നാലും ഉച്ചയ്ക്കൊക്കെ ചിലപ്പോൾ നല്ല ചൂടായിരിക്കും. എനിക്ക് നാട്ടിൽ ഇരിക്കുന്ന പോലത്തെയൊക്കെ ഒരു ഫീല് വരും. ബട്ട് കുഴപ്പമില്ലായിരുന്നു. ഒരു 9:30 വരെയൊക്കെ ചിലപ്പോൾ ഇങ്ങനെ തന്നെ നിൽക്കും സമ്മറിൽ. പിന്നെ ഒരു സെപ്റ്റംബറൊക്കെ ആകുമ്പോഴത്തേക്കായിരിക്കും പിന്നെ പതുക്കെ ഇരുട്ടാനൊക്കെ തുടങ്ങുന്നത്. നേരത്തെ ഒരു 10 മണി വരെ നല്ല വെട്ടം കാണും. ഇതാ കണ്ടോ, നല്ല വെട്ടം. ഞാൻ ഓർത്തിന്ന് മഴ പെയ്യുന്നു, പക്ഷെ മഴയൊന്നും പെയ്തില്ല, നല്ല വെയിലായിരുന്നു.
നമ്മൾ കുറേ കറങ്ങി ഇന്ന് എനിക്ക് ഓഫായിരുന്നു. കുറച്ച് ദിവസം കൂടിയിട്ട് എനിക്ക് 3-4 ദിവസം അടുപ്പിച്ച് ഓഫ് കിട്ടിയത്. സോ നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സ്പെൻഡ് ചെയ്തു ഇന്നത്തെ ദിവസം. പിന്നെ എന്താ ഇപ്പോൾ ഇന്നത്തെ ഫുഡ് കഴിച്ചെന്ന് പറഞ്ഞാൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ ഉറങ്ങുമ്പോൾ ചിലപ്പോൾ ഓഫൊക്കെ ആണെങ്കിൽ 11 മണി 12 മണിയൊക്കെ ആവുക എണീക്കുമ്പോൾ തന്നെ. സോ അന്നേരം എന്തെങ്കിലും കഴിക്കും. പിന്നെ വൈകിട്ടായിരിക്കും എല്ലാവരോടും കൂടി എന്തെങ്കിലും ഫുഡൊക്കെ ഉണ്ടാക്കി കഴിക്കുന്നതൊക്കെ. അങ്ങനെ ഇരുന്നപ്പം കപ്പ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ ബീഫ് റിബ്സ് മേടിച്ചു. അപ്പോൾ ബീഫ് റിബ് ഉള്ള കാരണം കപ്പ ബിരിയാണി പോലെ ആക്കാമെന്ന് ഓർത്തു. അങ്ങനെ അതിനുള്ള പരിപാടികളൊക്കെയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കപ്പ ബിരിയാണി. ഞാൻ വലിയ ഡീറ്റെയിൽ ആയിട്ടൊന്നും ഉണ്ടാക്കത്തില്ല, ജസ്റ്റ് കപ്പ വേവിക്കും, പിന്നെ ബീഫ് കറി പോലെ തന്നെ വെച്ചിട്ട് അതിൽ നിന്ന് കുറച്ച് ബീഫ് എടുത്ത് ഞാൻ കപ്പയായിട്ട് മിക്സ് ചെയ്യും. പിന്നെ ഈ തേങ്ങയൊക്കെ ഇടുമ്പോൾ അടിപൊളി ടേസ്റ്റ്. പക്ഷെ നമ്മൾ അത്ര ഡീറ്റെയിൽ ആയിട്ടൊന്നും ഉണ്ടാക്കില്ല. പിന്നെ കുറച്ച് ബീഫ് കറി മാറ്റി വെക്കുമ്പോഴത്തേക്കും നമുക്ക് നാളത്തേക്കൊക്കെ യൂസ് ചെയ്യുകയും ചെയ്യാമല്ലോ. അങ്ങനെയൊക്കെയാണ് എൻ്റെ ഫുഡ് പരിപാടികളൊക്കെ. പിന്നെ ഓഫുള്ള ദിവസം നമ്മൾ അത്യാവശ്യം കുറച്ച് കറി കൂടുതലാക്കി വെക്കും, പിറ്റേ ദിവസത്തേക്കൊക്കെ എടുക്കാം. കാരണം നൈറ്റ് ചെയ്യുന്നവർക്ക് അറിയാൻ വരുമ്പോൾ തന്നെ പിന്നെയും കുക്ക് ചെയ്ത് കഴിക്കാമെന്നൊക്കെ ഉള്ളത് നല്ല പാടായിരിക്കും. പിന്നെ ബീഫ് കട്ട് ചെയ്തപ്പോൾ ഞാൻ ശ്രദ്ധിച്ചത് കത്തിക്ക് മൂർച്ചയില്ലായിരുന്നു. ഞാൻ നല്ലോണം പാടുപെട്ടു അത് ഒന്ന് കട്ട് ചെയ്തെടുക്കാൻ. പിന്നെ നമ്മുടെ തട്ടിക്കൂട്ട് ബീഫ് കറിയൊക്കെ പെട്ടെന്നാക്കി. അക്കോമഡേഷനൊക്കെ ഇപ്പോൾ തൽക്കാലത്തേക്ക് ഒന്ന് മാറി കേട്ടോ. അതാണ്, പഴയ വീടല്ല, നമ്മൾ അവിടെ നിന്ന് മാറിയായിരുന്നു. നമ്മുടെ കപ്പ ബിരിയാണി റെഡിയായി. കണ്ടോ, എനിക്കിങ്ങനെ നല്ല സോഫ്റ്റായിട്ട് ഇരിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അച്ചാറൊക്കെ കൂട്ടി അടിപൊളിയായിട്ട് കഴിച്ചു. അപ്പോൾ ഇങ്ങനെയൊക്കെ ആയിരുന്നു ഇന്നത്തെ ദിവസം പോയത്. എന്താണേലും അടിച്ച് പൊളിച്ചു. അപ്പോൾ നമ്മൾ കപ്പ ബിരിയാണിയൊക്കെ കഴിച്ച് കുറച്ച് നേരം TV ഒക്കെ കണ്ടിട്ട് കിടക്കാമെന്ന് ഓർത്തു. ഇതൊരു കംപ്ലീറ്റ് വീഡിയോ അല്ല കേട്ടോ, എനിക്ക് പറ്റുന്ന പോലെ എടുത്തൊരു വീഡിയോ ആണ്. സോ ഇത്രയൊക്കെ ഉള്ളൂ. പിന്നെ നമ്മുടെ ഇവിടുത്തെ ഇപ്പോൾ പാർട്ട് ടൈം ഫുൾ ടൈം ജോബ്സ് അവൈലബിലിറ്റി അതിൻ്റെ അപ്ഡേറ്റ്സൊക്കെ ആയിട്ട് ഞങ്ങളൊരു വീഡിയോ എത്രയും പെട്ടെന്ന് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ബൈ.